അതെ, വാഹനയാത്രക്കാരൊക്കെ ഇന്നിവിടെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. നമ്മുടെ ബൈപ്പാസ് വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ ടോൾ പിരിവ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. പഴയതുപോലെ അടിച്ചു മിനിറ്റ് പോവാതൊന്നും ആരും വിചാരിക്കേണ്ട. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാഹനത്തിൽ പ്രവർത്തനക്ഷമമായ ഫാസ്ടാഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ടോൾ പ്ലാസയിലോ ദേശീയപാതയിലോ ഉള്ള കൗണ്ടറുകളിൽ നിന്ന് ഓൺലൈനായോ ഫാസ്ടാഗ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. UPI വഴി ടോൾ അടയ്ക്കുന്നവർ 0.25% അധികം തുകയും കറൻസിയായി അടയ്ക്കുന്നവർ ഇരട്ടി നിരക്ക് നൽകേണ്ടി വരും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ 5ാമത്തെ ലൈനിലൂടെ തന്നെ കടന്നു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 5ാമത്തെ ലൈൻ. മറ്റ് ലൈനുകളിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ വാഹനം തടയും. ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ് ആയതിനാൽ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ച് അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം മാത്രമേ ടോൾ ബാർ ഉയർത്താൻ കഴിയൂ. അതിന് 20 സെക്കൻഡെങ്കിലും എടുക്കും. ഇത് പുറകിലുള്ള വാഹനങ്ങൾ വൈകാനും ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്കിനും ഇടയാക്കും. ഇതിലത്തെ പ്രശ്നം ഇതാണ്: ഈ രീതിയിൽ ടോൾ ഗേറ്റിൽ കുടുങ്ങുന്ന വാഹനങ്ങൾക്ക് പിറകോട്ട് പോകുക ഏതാണ്ട് അസാധ്യമാണെന്നതിനാൽ ടോൾ ബാർ ഉയർത്തിയ ശേഷം അല്പം മുന്നോട്ട് നീങ്ങി വാഹനം ഒതുക്കിയിടണം. ടോൾ പണമായോ UPI വഴിയോ അടച്ച ശേഷം മാത്രമേ യാത്ര തുടരാൻ കഴിയൂ. ഒരാശ്വാസമുള്ളത് ബൈക്കുകളും ഓട്ടോറിക്ഷകളും 5ാമത്തെ ലൈനിലൂടെ പോകാം. ഇവ ടോൾ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേ വേഗം ഫാസ്ടാഗ് എടുക്കാനുള്ള പരിപാടി നോക്കിക്കോ, ഒട്ടും വൈകിക്കണ്ട.